ചെടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ചാനൽ. ചെടികൾ വാങ്ങാൻ വരുമ്പോൾ ചെടികൾ മാത്രമല്ല വാങ്ങേണ്ടത്, അതിനോടനുബന്ധിച്ച പല സാധനങ്ങളും ഒരൊറ്റ ഷോപ്പിങ്ങിൽ കിട്ടാനായിട്ട് മണ്ണുത്തിയിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുപോലുള്ള പല ഷോപ്സും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണുത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു പുണ്യസ്ഥലമാണ്. കാരണം എപ്പോഴെങ്കിലും മണ്ണുത്തിയിലൊന്ന് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു വഴികാട്ടി എന്ന നിലയിലാണ് നമ്മളുടെ ചാനലിലെ ഓഫേഴ്സും മണ്ണുത്തിയിലുള്ള പല ഷോപ്സും നഴ്സറീസും അതുപോലെ തന്നെ ചെടികളോടനുബന്ധിച്ച സാധനങ്ങൾ കിട്ടുന്ന പലയിടങ്ങളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഇതാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ജോൺസൺ മാസ്റ്റർ. അദ്ദേഹവും ആഷ ജോൺസണും ആണ് ഇതിൻ്റെ സാരഥികൾ. അപ്പോൾ ഞാനിതിൻ്റെ ലൊക്കേഷൻ പറയാം. മുക്കാട്ടുകര മണ്ണുത്തി റോഡ്, തൃശ്ശൂരിൽ നിന്ന് നമ്മൾ മണ്ണുത്തിയിലേക്ക് വരുമ്പോൾ ഇടതുഭാഗം ചേർന്ന് മര്യാദ മൂല, അവിടെയാണ് ഈ ഷോപ്പുള്ളത്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവരുടെ ഒരു ഹോൾസെയിൽ ഡിവിഷൻ മര്യാദ മൂലയിൽ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടത് അതാണ് വിഷ്ണുരാജൻ രചന. അപ്പം ഈ ബോർഡിൽ കാണുന്ന പോലെ തന്നെ 2 പ്രത്യേക യൂണിറ്റുകളാണ് ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിൽ ഹോൾസെയിൽ ഡിവിഷനാണ് വിഷ്ണുരാജും രചനയും. അതേസമയം ക്ലേ ഗാലറി നമ്മുടെ പ്രിയപ്പെട്ട ദീപക് ജോൺ ആൻഡ് ധന്യ ബാലകൃഷ്ണൻ, കോസ്റ്റ്യൂം ഡിസൈനർ. ദീപക് ജോണിനെ കുറിച്ച് പ്രത്യേകം ചെടികളെ ഇഷ്ടപ്പെടുന്നവരോട് പറയേണ്ട കാര്യമില്ല. ഇവിടെ നമ്മുടെ ജോൺസൺ മാസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ വിജയേട്ടൻ, അതുപോലെ തന്നെ ജിൻസ്. ഇവരെല്ലാവരെയും എനിക്ക് പരിചയമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ മണ്ണുത്തിയിൽ തന്നെ താമസിക്കുന്ന ആളാണ്. ചെടികളുമായി ബന്ധപ്പെട്ട് മണ്ണുത്തിയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും പങ്കെടുക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്കറിയാം ഒരുപാട് ആൾക്കാർ മണ്ണുത്തിയിലെ ചെടികളെക്കുറിച്ചും അവിടുത്തെ ഷോപ്സിനെക്കുറിച്ചും വില നിലവാരത്തെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷേ എപ്പോഴും നമുക്ക് ഓൺലൈനിൽ ഓൾ ഇന്ത്യ നമ്മൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ഒരു ശരിക്കും ഫുൾ ടൈം ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ കുറച്ചൊക്കെ സമയക്കുറവ് കാരണമാണ്. പക്ഷേ ഹോം ഡെക്കേഴ്സിനെ കുറിച്ചും പോട്ട്സിനെ കുറിച്ചുമുള്ള വിശദമായ 2 വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കണം. ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനെ പരാമർശിക്കാതെ പോകുന്നത് വലിയ തെറ്റായിരിക്കും. ജോൺസൺ മാസ്റ്ററുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സ്റ്റാഫ് ഓരോ സ്ഥാപനത്തിൻ്റെയും അസറ്റ് തന്നെയാണ്. അതിവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇവിടുത്തെ പോട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ടെറക്കോട്ട, സെറാമിക്, സിന്തറ്റിക്കിൽ തന്നെ പ്ലാസ്റ്റിക്, ഫൈബർ ഗ്ലാസ്, റെസിൻസ് ഒരുപാട് മീഡിയത്തിലുണ്ടാക്കി എടുത്തിട്ടുള്ള പ്രൈസ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ഒക്കെ ആയിട്ടുള്ള പോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൂടെ ധാരാളമായിട്ട് കാണാം. അപ്പം ഇപ്പം ഗിഫ്റ്റിംഗ് ഒക്കെ വേണ്ടി വരുന്ന സമയത്ത് ട്രഡീഷണൽ രീതികളിൽ നിന്നൊക്കെ വിട്ടിട്ട് ലൈവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പോട്ട്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇതിലേക്കൊക്കെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ള ആ ഒരു ആശയത്തിന് ഒരുപാട് സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലൈവ് പ്ലാന്റ്സ് എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു കെയറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണം, മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. അപ്പോൾ അത് പറ്റാത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ നിങ്ങൾ സിംഗപ്പൂരൊക്കെ പോകുമ്പോൾ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഒരുപാട് പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അവർ പകുതിയോളം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മെയിൻ്റനൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും മറ്റുമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ ഇവിടെയും വരേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഷോപ്പായിരിക്കും. അവിടെ വന്നാൽ നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന തരത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നു.